എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ല. എന്റെ അച്ഛനെ സഹായിക്കണം, നിങ്ങളൊന്ന് സഹായിക്കണം. ₹10 ലക്ഷം വേണം. എന്റെ മകന് രക്ഷപ്പെടുത്തിത്തരും. ജനങ്ങളെ, ആൾക്കാരെ, നാട്ടുകാരെ, നമുക്കൊരു വഴിയില്ല. ഇത്ര വയ്യാതിരിക്കുകയാണ്. ഞാൻ കിഡ്നി കേസായിരിക്കുകയാണ്. കിഡ്നി ഫെയിലിയർ ആയിരിക്കുകയാണ്. ചേട്ടനെന്തെങ്കിലും ഒന്ന് സഹായിക്കണം. എല്ലാ നാട്ടുകാരും കൂടി എല്ലാവരും സഹായിക്കണം. എന്റെ ഭർത്താവിന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് എല്ലാവരും നിങ്ങളുടെ മകളിനെ പോലെയും സഹോദരനെ പോലെയും കണക്കാക്കിയിട്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് നിങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അച്ഛന്റെ ഓപ്പറേഷന് വേണ്ടി എല്ലാവരും സഹായിക്കണം. നമുക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് എല്ലാവരും സഹായിക്കണം. നമസ്കാരമുണ്ട്. എൻ്റെ പേര് ആർ ശശികുമാർ എന്നാണ്. ഞാൻ വെരുമാട്ടി പഞ്ചായത്ത് 20-ാം വാർഡിലെ മെമ്പറാണ്. എൻ്റെ വാർഡായ മടപ്പള്ളത്ത് കുമാരൻ എന്നൊരു വ്യക്തി 2 കിഡ്നിയും പോയിട്ട് സുഖമില്ലാതിരിക്കുകയാണ്. അവരുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഭാര്യയും 2 കുട്ടികളും അടങ്ങുന്നതാണ് ഫാമിലി. ആ ഭാര്യയും ഈ കുമാരൻ എന്ന വ്യക്തിയും കൂലിപ്പണി എടുത്തിട്ട് വേണം അവരുടെ കുടുംബം കഴിയണമെങ്കിൽ. വളരെ ബുദ്ധിമുട്ടിലാണ്. വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് ഞാനും അവിടുത്തെ പരിസരവാസികളും കൂടെ പൈസ കുറച്ച് പിരിക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അതൊന്നും ഇത്ര നടന്നിട്ടില്ല. ഞങ്ങൾ അന്വേഷിച്ച് നോക്കിയപ്പോൾ ഏകദേശം 35 ലക്ഷം രൂപയോളം ചെലവ് വരും എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ സ്വമനസ്സുകളുടെ സഹായം അവർക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഓരോരുത്തരും നിങ്ങളാൽ കഴിയുന്നത് സഹായിച്ച് ഈ കുമാരനെയും അവരുടെ കുടുംബത്തെയും രക്ഷപ്പെടുത്തണമെന്ന് എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥനയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മടപ്പള്ളം ക്ഷീരസംഘം പ്രസിഡന്റും വണ്ടിത്താവളം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റും കൂടിയാണ്. എൻ്റെ വീട്ടിൻ്റെ അടുത്താണ് ഈ കുമാരൻ പറയുന്ന ആള്. വളരെ ദയനീയാവസ്ഥയാണ്. ഇരിക്കാൻ വീട് പോലും ഇല്ല. ഇതിപ്പോൾ തുടങ്ങിയിട്ട് കുറേയായി. ഡയാലിസും അതും ഇതും തുടങ്ങിയിട്ട് നാട്ടുകാരായ ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി എല്ലാവരും സഹായിച്ചു. പക്ഷെ അത് എത്താത്ത ഒരു ഇതിലേക്കാണ് വരുന്നത്. 35 ലക്ഷം ഉറുപ്പിയോളം ചെലവ് വരുന്നതാണ് ആസ്പത്രിയായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആയതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ആവുന്നമാതിരി ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, പാലക്കാട് ജില്ലയിലെ അത്തിമണി നെടുമ്പള്ളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. പ്രിയമുള്ളവരെ, തട്ടിമാറ്റി പോകരുത്. ഈ പൊന്നുമോളുടെ അപേക്ഷ നിരസിക്കരുത് നമ്മൾ ഒരിക്കലും. എൻ്റെ അച്ഛനെ ഒന്ന് സഹായിച്ചതായി ഏട്ടാന്ന് പറഞ്ഞിട്ട് വിങ്ങിപ്പൊട്ടുന്ന ഈ മോളെ നമ്മൾ കാണാതെ പോകരുത്. ബേക്കറി പണിയെടുത്ത് 2 പിഞ്ചോമനുകളെ നെഞ്ചോട് ചേർത്ത് വെച്ച് കൊണ്ടു നടന്നിരുന്ന ഒരാളാണ് കേട്ടോ കുമാരേട്ടൻ. പെട്ടെന്ന് പണിയെടുക്കുന്ന സ്ഥലത്ത് തലകിറ്റി വീണ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ 2 കിഡ്നി ഫെയിലറാണെന്നാണ് പറഞ്ഞത്. പ്രിയമുള്ളവരെ, ചുരുങ്ങിയത് 35 ലക്ഷം രൂപ കിഡ്നി മാറ്റിവെക്കലിന് ഇവർക്ക് ആവശ്യമാണ്. ഇവരുടെ കയ്യിൽ 1 രൂപ പോലും നീക്കിയിരിപ്പില്ലാത്ത ഇവർക്ക് 35 ലക്ഷം രൂപ എന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല. കയറിക്കിടക്കാൻ പോലും ഇടമില്ലാത്ത നാട്ടുകാരുടെ സഹായത്തോടെ കെട്ടി ഉയർത്തി ഹോസ്പിറ്റൽസ് ഇട്ട ഒരു ഷെഡാണ് കേട്ടത്. ഇരിക്കാൻ വീട് പോലുമില്ല. ആഴ്ചയിൽ 3-4 ഡയാലിസ് നടത്താനായിട്ട് നാട്ടുകാരുടെ സഹായമാണ് കേട്ടോ ഇവർ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ എളിയവന്റെ വാക്ക് നിങ്ങൾ തട്ടിമാറ്റി പോകല്ലേ. നിങ്ങളെ കൊണ്ടാവുന്ന വിധത്തിൽ ഈ കുടുംബത്തിനെ സഹായിക്കണേ, കരകയറ്റണേ. ഈ പൊന്നുമോളുടെ കണ്ണുനീര് നമ്മൾ കാണാതെ പോകരുത്. എൻ്റെ അച്ഛന് ഞാൻ കിഡ്നി കൊടുത്തോളാം ഏട്ടാന്ന് എന്നോട് വന്ന് പറഞ്ഞു. എൻ്റെ അച്ഛന് ഇല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല ഏട്ടാ, എൻ്റെ അച്ഛനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി തായോ എന്ന് പറയുന്ന ഈ പൊന്നുമോളുടെ അഭ്യർത്ഥന നമ്മൾ കണ്ടില്ല എന്ന് വെച്ച് പോകരുത്. പെൺമക്കളൊക്കെ ഉള്ള നമുക്ക് നമ്മളുടെ മകളായിട്ട് കണ്ടുകൊണ്ട് തന്നെ ഈ മകൾക്ക് ഈ അച്ഛനെ തിരിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ടാവും. അതിനെല്ലാവരും പരിശ്രമിക്കണം കേട്ടോ ഏട്ടന്മാരെ. എല്ലാവരും സഹായം വേണം കേട്ടോ. ഇത് ഈ എളിയവന്റെ ഒരു അഭ്യർത്ഥനയാണ് കേട്ടോ.
പ്രിയമുള്ളവരെ, തട്ടി മാറ്റി പോകല്ലേ കേട്ടോ.